ഹായ് ഫ്രണ്ട്സ്, ഞാൻ റോബർട്ട് പനിപ്പിള്ള, ഫ്രണ്ട്സ് ഓഫ് മറൈൻ ലൈഫ്. ഇന്നലെ ലോക സമുദ്ര ദിനമായിരുന്നു ജൂൺ 8, ഇന്ന് ജൂൺ 9. ഇന്നലെ FML നടത്തിയ ലോക സമുദ്ര ദിനത്തോടനുബന്ധിച്ച് നടത്തിയ പ്രോഗ്രാമിൽ പങ്കെടുത്ത ചില സുഹൃത്തുക്കളുമായി ഇന്ന് ഞങ്ങളൊരു തീര സന്ദർശനം നടത്തി. കോവളത്തും വിഴിഞ്ഞം മതിപ്പുറത്തും. ഇന്നലെ ലോകമെമ്പാടും നമ്മുടെ നാട്ടിലും സമുദ്രതീര സംരക്ഷണത്തിൻ്റെ ഭാഗമായി നാനാവിധമായ ചെറുതും വലുതുമായ പ്രവർത്തനങ്ങൾ നടന്നു. പക്ഷേ നമ്മുടെ കടലും തീരവും നേരിടുന്ന ഞങ്ങൾ ഇന്ന് കണ്ട കാഴ്ചകൾ നമ്മളെ ബോധ്യപ്പെടുത്തുന്നത് അത്തരം ചെറിയ ചികിത്സകൾ കൊണ്ട് നമ്മുടെ കടലും തീരവും നേരിടുന്ന പ്രശ്നങ്ങൾ തീരാൻ പോകുന്നില്ല എന്നതാണ്. ഇത് കോവളം. ഒരു വർഷം മുമ്പ് കടലിൽ മുങ്ങിയ MSC എൽസാത്രിയുടെ അതിൽ നിന്നും ഒഴുകിയെത്തിയ പ്ലാസ്റ്റിക് പെല്ലറ്റ്സുകൾ ഇടയ്ക്കത് അത് തീർന്നു എന്നാണ് നമ്മൾ കരുതിയത്. എന്നാൽ ഇപ്പോഴും ആ പ്രശ്നം രൂക്ഷമായ നിലയിൽ തുടരുകയാണ്. മാത്രമല്ല, അത് മാറ്റുന്നതിന് വേണ്ടിയുള്ള പ്രവർത്തനങ്ങൾ നിലച്ചിരിക്കുകയാണ്. കാണുക. ഇന്ന് രാവിലെ, ഇന്നെന്ന് പറയുമ്പോൾ നമ്മളുടെ ലോക സമുദ്ര ദിനത്തിൻ്റെ പിറ്റേ ദിവസം 9-ാം തീയതി, ജൂൺ 9-ാം തീയതി രാവിലെ വിഴിഞ്ഞത്തെ കാഴ്ചയാണ്. ഈ പാവം മനുഷ്യര് അവരുടെ ഉപജീവനത്തിന് വേണ്ടി കടലിൽ പോയി വലവിട്ട് ഒരു രാത്രി മുഴുവൻ അധ്വാനിച്ച് തിരിച്ച് ആ വലയുമായി കരയിലെത്തിയപ്പോൾ അവർക്ക് കിട്ടിയ സമ്പാദ്യമാണിത്, ഈ ചവറ്. മനസ്സിലായില്ലേ? പ്രത്യേകിച്ച് ഈ മഴക്കാലം തുടങ്ങുമ്പോൾ എല്ലാ വർഷവും ഇതാണ് അവസ്ഥ. ഇത് വരുന്നതിൻ്റെ സോഴ്സ് ഞാൻ ഒന്നുകൂടെ പറയാം. നമ്മൾ മഴക്കാലം തുടങ്ങുന്നതിന് മുമ്പ് മഴക്കാല പൂർവ്വ ശുചീകരണം നമ്മൾ കരയിൽ നടത്തും, അല്ലെങ്കിൽ നമ്മുടെ പട്ടണങ്ങളെല്ലാം വെള്ളത്തിൽ മൂടും. അപ്പോൾ പട്ടണങ്ങളിൽ പിന്നെ വെള്ളം കെട്ടാതിരിക്കാൻ വേണ്ടി നമ്മുടെ കോർപ്പറേഷനും മറ്റ് സ്ഥാപനങ്ങളും സാധാരണ ചെയ്യുന്നത് അവിടുത്തെ ഓടകളും തോടുകളൊക്കെ ജസ്റ്റ് ഒന്ന് ക്ലീൻ ചെയ്ത് അങ്ങ് വെള്ളത്തിൻ്റെ ഒഴുക്കുണ്ടാക്കി വിടും. അങ്ങനെ ചെയ്യുമ്പോൾ അതിനകത്ത് കെട്ടിക്കിടക്കുന്ന മുഴുവൻ വേസ്റ്റും വന്ന് കടലിലാണ് ചേരുന്നത്. അങ്ങനെ സംഭവിക്കുന്നതാണ്. ഈ സീസണിൽ ഇവർ വല വിടുമ്പോൾ ഇവരുടെ വലയിൽ മുഴുവൻ ഈ വേസ്റ്റ് വന്ന് അടിയുന്നതിൻ്റെ യഥാർത്ഥ കാരണം നമ്മുടെ മഴക്കാല പൂർവ്വ ശുചീകരണവുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ കാണേണ്ട ഒരു വസ്തുതയാണ്.